ഈ ക്യാപ്സൂളുകൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് ഉള്ളത്. ഒന്ന് ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സൂളുകളും രണ്ട് സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സൂളുകളും. ഇതിൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ജെലാറ്റിനാണ്. ഇറച്ചി നിർമ്മാണശാലകളിൽ ബാക്കി വരുന്ന മൃഗങ്ങളുടെ എല്ലുകളും പശുവിന്റെയും പന്നിയുടെയും തൊലികൾ ഇവയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കൊളാജൻ പ്രോട്ടീൻ ഉപയോഗിച്ചാണ് ഈ ജെലാറ്റിൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉയർന്നു വരുന്ന മതപരവും ധാർമ്മികവുമായ പ്രശ്നങ്ങളൊന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെയാണ് വലിയൊരു തർക്കം നിലനിൽക്കുന്നത്. മൃഗക്കൊഴുപ്പും എല്ലും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സസ്യാഹാരം മാത്രം കഴിക്കുന്നവർക്കും പന്നി അല്ലെങ്കിൽ പശു എന്നിവ നിഷിദ്ധമായ മതവിശ്വാസികൾക്കും ഇതൊരു വലിയ ആശങ്ക തന്നെയാണ് ഉള്ളത്. പലർക്കും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്നതാണ് സത്യം. ഈ ടൈപ്പ് എ ജെലാറ്റിൻ എന്ന് പറയുന്നത് പ്രധാനമായും പന്നിയുടെ തൊലിയിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്ന ജെലാറ്റിനാണ്. ടൈപ്പ് ബി എന്ന് പറയുന്നത് പശുവിന്റെ എല്ലുകളിൽ നിന്നും തോലിൽ നിന്നും നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ചിലർ ഇതിനെയൊക്കെ മൃഗ വേസ്റ്റ് എന്ന് വിളിക്കുന്നതിനേക്കാൾ ഇറച്ചി വ്യവസായത്തിലെ ഉപോൽപ്പന്നങ്ങൾ ബൈ പ്രോഡക്ട്സ് എന്ന് വിളിക്കുന്നതാണ് സാങ്കേതികമായിട്ട് വളരെ ശരിയായ ഒരു കാര്യം. കാരണം ഇവ വളരെ വലിയ ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷമാണ് മെഡിക്കൽ ഗ്രേഡ് നിലവാരത്തിലേക്ക് എത്തുന്നത്. ഓർക്കുക, മരുന്നിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇത് വളരെ ഉയർന്ന രീതിയിൽ ശുദ്ധീകരിച്ച് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മരുന്ന് കമ്പനികൾ ജെലാറ്റിൻ തിരഞ്ഞെടുക്കാൻ പ്രധാനമായും 4 കാരണങ്ങളുണ്ട്. ഒന്ന് അതിന്റെ ലായകത്വമാണ്. നമ്മുടെ ഉള്ളിൽ ചെല്ലുന്ന ആ മരുന്നിനെ പൊതിഞ്ഞിരിക്കുന്ന ആവരണമായ ഈ ജെലാറ്റിൻ മനുഷ്യ ശരീരത്തിലെ താപനിലയിൽ, അതായത് 37 ഡിഗ്രി സെൽഷ്യസിൽ കൃത്യമായി വയറ്റിൽ കടന്ന് ഉരുകി ആ മരുന്ന് രക്തത്തിലേക്ക് വേഗത്തിൽ കലരാൻ സഹായിക്കുന്നു. ഇതിലെ സുരക്ഷ എന്നത് ജെലാറ്റിൻ ഒരു പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ഇത് ശരീരത്തിന് ദോഷകരമല്ല. ചുരുക്കം ചിലർക്ക് ഇത് അലർജി ഉണ്ടാക്കാറുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന മരുന്നിനെ ഓക്സിജനുമായി സമ്പർക്കം വരാതെ സംരക്ഷിക്കാൻ, അതായത് ഓക്സിഡേഷൻ തടയാൻ, പ്രകാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഒക്കെ ഇതിന് വലിയ കഴിവാണുള്ളത്. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നതിന്റെ നിർമ്മാണ ചെലവ് കുറവാണ്. സസ്യജന്യമായ ബദൽ ജെലാറ്റിനുകൾ ഇപ്പോൾ പ്രചാരത്തിലുണ്ട് കേട്ടോ. അവയ്ക്ക് നിർമ്മാണ ചെലവ് വളരെ കൂടുതലാണ്. എന്നാൽ മൃഗജന്യമായ ഈ ജെലാറ്റിൻ നിർമ്മാണത്തിന് ചെലവ് താരതമ്യേന വളരെ കുറവാണ്. മതപരമോ ധാർമ്മികമോ ആയ കാരണങ്ങളാൽ ജെലാറ്റിൻ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി HPMC ക്യാപ്സൂളുകളും ഇപ്പോൾ ലഭ്യമാണ്. ഇവ ഉണ്ടാക്കുന്നത് പൈൻ മരങ്ങളുടെയോ പരുത്തിയുടെയോ നാരുകൾ സെല്ലുലോസിൽ നിന്നാണ്. പക്ഷേ ഇവയ്ക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ജെലാറ്റിൻ ക്യാപ്സൂളുകളെക്കാൾ വളരെ വില കൂടുതലായിരിക്കും. പലപ്പോഴും ആയുർവേദ മരുന്നുകളും പ്രീമിയം വൈറ്റമിൻ ഗുളികകളും വെജ് ക്യാപ്സൂളുകളിലാണ് വരുന്നത്. ഇന്ന് വിപണിയിൽ ധാരാളം വെജ് ക്യാപ്സ്യൂൾ ലഭ്യമാണ്. നിങ്ങൾ കഴിക്കുന്ന മരുന്ന് വെജിറ്റേറിയൻ ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ചെറിയൊരു കൗതുകമില്ലേ? നിങ്ങൾക്കത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന മരുന്നിന്റെ പാക്കറ്റിന് പുറകിൽ ഈ കാണുന്ന പച്ച മാർക്ക്, ഗ്രീൻ ഡോട്ട് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് വെജായിരിക്കും. പക്ഷേ ഇന്ത്യയിൽ ഭൂരിഭാഗം ക്യാപ്സൂളുകളും ഇപ്പോഴും ജെലാറ്റിൻ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കാരണം അവയ്ക്ക് നിർമ്മാണ ചെലവ് വളരെ കുറവാണ്. ഇത് കേട്ട് ആരും ഇനി മുതൽ ഞാൻ മരുന്ന് കഴിക്കുന്നില്ല എന്ന് ദയവായി പറയരുത്. കാരണം ജീവൻ രക്ഷാ മരുന്നുകളിൽ ഈ വിഷയത്തിനോ വിവാദങ്ങൾക്കോ വലിയ പ്രാധാന്യമില്ല. ജീവനാണ് ഏറ്റവും വലുത്. മരുന്ന് ജീവൻ രക്ഷിക്കാൻ അത്യാവശ്യമാണെങ്കിൽ പന്നിയിൽ നിന്നുള്ള ജെലാറ്റിൻ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് ചില മതപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരു വസ്തു അതിന്റെ യഥാർത്ഥ ഗുണങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറിയാൽ അത് അനുവദനീയമാണ് എന്നാണ് അവർ പറയുന്ന ന്യായം. തീർച്ചയായും അത് മനുഷ്യത്വപരമായ ഒരു അഭിപ്രായം തന്നെയാണ്. എങ്കിലും ഹലാൽ സർട്ടിഫൈഡ് ക്യാപ്സൂളുകൾക്ക് ഇപ്പോൾ ആവശ്യക്കാർ ഏറെയാണ്. കുറേയൊക്കെ അത് വിപണിയിൽ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. അഹിംസയിൽ വിശ്വസിക്കുന്നവരും സസ്യാഹാരികളും മൃഗജന്യമായ ക്യാപ്സൂളുകൾ ബോധപൂർവ്വം ഒഴിവാക്കാൻ ശ്രദ്ധിക്കാറുമുണ്ട്. ചുരുക്കത്തിൽ നിങ്ങൾ കഴിക്കുന്ന ക്യാപ്സൂൾ മരുന്ന് അതിന്റെ കവർ മൃഗജന്യമായ ഉൽപ്പന്നം കൊണ്ട് നിർമ്മിച്ചതാകാൻ വളരെ വലിയ സാധ്യതയാണുള്ളത്. നിങ്ങൾക്ക് ഇത് താല്പര്യമില്ലെങ്കിൽ ഡോക്ടറോടോ ഫാർമസിസ്റ്റിനോടോ വെജിറ്റേറിയൻ ക്യാപ്സൂളുകൾ ലഭ്യമാണോ എന്ന് ചോദിക്കാവുന്നതാണ്. നിങ്ങൾ കഴിക്കുന്ന മരുന്നിലെ ഉള്ളടക്കം വെജിറ്റേറിയൻ ആണോ എന്ന് നിങ്ങൾ നോക്കാറുണ്ടോ? ഉത്തരം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണമേ. ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.